നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു അടിപൊളി പോസ്റ്റ് ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുക. കുറെ അധികം ആളുകൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഒരു ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറെ എൻക്വയറീസ് ഉണ്ട്. അപ്പൊ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. നേരെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ 31/7/2025 വന്നിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് 3/9/2025 അതായത് സെപ്റ്റംബർ മാസം 3-ാം തീയതി വരെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുക. അപ്പം ഏകദേശം ഒരു മാസത്തിലധികം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 3/9/2025 ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് വരിക. 27,900 മുതൽ 63,700 വരെയാണ് ബേസിക് പേ എന്ന് പറയുക. അപ്പൊ അത്യാവശ്യം നല്ല ബേസിക് പേ ഉള്ള ഒരു പോസ്റ്റ് ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇത് ഡിസ്ട്രിക്ട് വൈഡ് നിയമനമാണ്. ഏതാണ്ട് 13 ഡിസ്ട്രിക്റ്റുകളിലേക്ക്, ജില്ലകളിലേക്കാണ് നിലവിൽ എന്ത് നടക്കാൻ പോകുന്നത്, റിക്രൂട്ട്മെന്റ് നടക്കാൻ പോവുക. ഇതിൽ ആലപ്പുഴ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലേക്കും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ ഇനിയും പുറകാലെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. അപ്പൊ 13 ജില്ലകളിലായിട്ടാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ റിക്രൂട്ട്മെന്റ് നടക്കാൻ പോവുക. ജില്ലാ വൈസിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ തൊട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഇനി ഈ ഒരു എക്സാമിന്റെ മോഡ് എന്ന് പറയുക ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസിലെ ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 19 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സാധാരണ ഒരു PSC പരീക്ഷയ്ക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഫിസിക്കൽ ഉള്ളതിൽ മാറ്റം വരാറുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും ഫിസിക്കൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ 19 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എന്ന് പറഞ്ഞാൽ 2/1/1995നും 2/1/1995നും 1/1/2006 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ 2/1/1995നും 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 19 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ചില ഏജ് റിലാക്സേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിനുശേഷം നോക്കിയാൽ ക്വാളിഫിക്കേഷൻ എന്താ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ +2 ആണ്. ഓക്കെ, അപ്പൊ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ +2 മിനിമം യോഗ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുക. അപ്പൊ +2 ക്വാളിഫിക്കേഷൻ, ഇപ്പൊ CPO ആയിക്കോട്ടെ, IRB ആയിക്കോട്ടെ, അതൊക്കെ +2 ക്വാളിഫിക്കേഷൻ, +2 നിലവാരത്തിലുള്ള ഒരു പരീക്ഷയായിരിക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുക. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത, +2 അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് ഫിസിക്കൽ ഉണ്ടായിരിക്കും. ആദ്യം ഇതിനൊരു എക്സാം ഉണ്ട്. ആ എക്സാമിനേഷൻ പാസ് ആകുന്നതിൽ നിന്ന് എന്താണ്, ഒരു ഫിസിക്കലിന് വേണ്ടിയിട്ട് ആളുകളെ വിളിക്കുന്നുണ്ട്. ഈ ഫിസിക്കലിന്റെ സ്റ്റാൻഡേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മെയിൽ കാൻഡിഡേറ്റ് ആണ് എങ്കിൽ 168 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. എത്രയാണ്, 168 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 81 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ 160 സെന്റിമീറ്റർ വരെ എന്താണ്, ഓക്കെ ആണ്. ഹൈറ്റ് 160 സെന്റിമീറ്റർ വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പറയുന്നുണ്ട് ആകെ 8 ഐറ്റമാണ്. അതിൽ 5 ഐറ്റമാണ് എന്ത് ചെയ്യേണ്ടത്, പാസ് ആവേണ്ടത്. ആകെയുള്ള 8 ഐറ്റത്തിൽ 5 ഐറ്റമാണ് പാസ് ആവേണ്ടത്. ഇത് സാധാരണ നമ്മുടെ PSC നടത്തുന്ന CPO SI പോലെയുള്ള ടെസ്റ്റുകൾക്ക് എന്താണ്, അനുസൃതമായിട്ടാണ്. CPO SI പോലെയുള്ള ടെസ്റ്റുകൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് എന്ത് നടക്കാൻ പോകുന്നത്, ഫിസിക്കൽ നടക്കാനായിട്ട് പോകാം. 100 മീറ്റർ റൺ ഉണ്ട്, 14 സെക്കൻഡ് ആണ്. ഹൈ ജമ്പ് 132.2 ആണ്. ലോങ് ജമ്പ് 457.2 ആണ്. പുട്ടിംഗ് ദ ഷോട്ട് 609.6 സെന്റിമീറ്റർ ആണ്. ത്രോയിങ് ദ ബോൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്പ് ആൻഡ് ചിന്നപ്പ് 1500 മീറ്റർ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിനേഷൻ ശേഷം മാത്രമേ വരുന്നുള്ളൂ. ഫിസിക്കല് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിരിക്കും. എന്നാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത് എൻഡുറൻസ് ടെസ്റ്റ് ഉള്ള പോസ്റ്റ് ആണ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു എൻഡുറൻസ് ഉണ്ട്. ആ എൻഡുറൻസ് എന്താണ്, കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരിക,
ഫിസിക്കൽ വരേണ്ടത്. എൻഡുറൻസ് 2 കിലോമീറ്റർ ഇൻ 13 സെക്കൻഡ് ആണ് കേട്ടോ. 2 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട്, സെക്കൻഡ് അല്ല മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. അപ്പൊ 2 കിലോമീറ്റർ എന്ത് ചെയ്യേണ്ടി വരും, 13 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് എന്ത് എന്ന് പറയുന്നത്, എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടാവും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി ഫീമെയിൽ ആണെങ്കിലോ 157 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. 157 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. ദെൻ ഇവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആണെങ്കിൽ 150 സെന്റിമീറ്റർ മാത്രം മതിയാകുന്നതായിരിക്കും. ഫിസിക്കലിന് എന്തുണ്ടാവും, വ്യത്യാസമുണ്ട്. ആകെ ഏതാണ്ട് 9 ഐറ്റം ഉണ്ട്. അതിൽ 5 ഐറ്റം എന്ത് ചെയ്താൽ മതിയാവും, പാസ്സായാൽ മതിയാവും. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ 8 ഐറ്റം ആണ്. അതിലാണ് 5 ഐറ്റം പാസ് ആവേണ്ടത്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, നോർമലി ഉള്ളത് തന്നെ, പെർഫെക്റ്റ് ഹിയറിംഗ് ആയിരിക്കണം, വിഷൻ 6/6 എല്ലാം ആയിരിക്കണം. ഇത്തരത്തിലുള്ള എന്താണ് മെഷർമെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ ശ്രദ്ധിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് പ്ലസ് ടു യോഗ്യതയുള്ള ഒരു പരീക്ഷയാണ്. ഇതിന് എൻഡുറൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം എന്താണ്, ഒരു ഫിസിക്കലും ഉണ്ടായിരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഇവിടെ 19 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, ഒരു മെയിൻ എക്സാമിനേഷൻ ആണ് ഇതിനുണ്ടായിരിക്കുക. നമ്മുടെ പ്രിലിമിനറി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മെയിൻ എക്സാമിനേഷൻ ആണ്. സ്വാഭാവികമായിട്ടുമായിട്ട് എന്ത് വരും, സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട്. നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബാസി സാർ ഒക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക് എടുക്കുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, 3/9/2025 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുക. 3/9/2025. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കാം, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പിന്നീട് ആകുമ്പോൾ മറന്നുപോകും. ഇനി നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ബാച്ചിന്റെ പേര് കാന്താരം എന്ന ബാച്ചാണ്. കാന്താരം ബാച്ച്. ഈ ബാച്ച് നമ്മൾ ഉടനെ തന്നെ ഇതിന്റെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രീ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രീ ബുക്കിംഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. നിലവിൽ ഇതിന്റെ പ്രൈസ് 2499 രൂപ മാത്രമാണ് കേട്ടോ. അതായത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കാണും. അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക് കാണും കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക് കാണും. അടിപൊളിയായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ത് ചെയ്യും, ഇവിടെ കവർ ചെയ്ത് തരും. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ബാച്ചാണ് എന്തെന്ന് പറയുക, കാന്താരം ബാച്ച്. ഇതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2499 രൂപയാണ് എന്ത് വരിക, ഈ ബാച്ചിന്റെ ഫീസ് വരിക. നിങ്ങൾക്ക് പ്രീ ബുക്കിംഗിൽ ഈ പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എത്രയും വേഗം നിങ്ങൾ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമ്മൾ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ബാച്ചിലേക്ക് അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഒരു 250 സ്റ്റുഡൻസിന് മാത്രമേ ഈ ബാച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു എൻക്വയറി തരത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആവശ്യമാണ്. 250 സ്റ്റുഡൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 8281223366. താങ്ക് യു സോ മച്ച്.